ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ ആൻഡ് ദയർ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു റീകളക്റ്റിംഗ് വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ. എന്താണ് ജോബ് ഇവാലുവേഷൻ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ നോക്കിയതിന് ശേഷം അതിൻ്റെ മെത്തേഡ്സിലേക്ക് പോവാം. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, എ ജോബ് ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിറ്റർമിങ് ദ വാല്യൂ ഓർ വർത്ത് ഓഫ് എ ജോബ് ഇൻ റിലേഷൻ ടു അതർ ജോബ്. മറ്റൊരു ജോബുമായിട്ട്, ഒരു ഓർഗനൈസേഷനിലുള്ള മറ്റൊരു ജോബുമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഒരു ജോബിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വർത്ത് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ ആണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിറ്റർമിങ് ദ വാല്യൂ ഓർ വർത്ത് ഓഫ് എ ജോബ്. ഒരു ജോബിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വർത്ത്, അത് എത്രത്തോളം സാലറി അല്ലെങ്കിൽ എത്രത്തോളം വാല്യൂ ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ, അതിൻ്റെ വാല്യൂ എന്താണ്, ആ ജോബിൻ്റെ വാല്യൂ എന്താണ്, എന്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് റിലേഷൻ ചെയ്യുന്നത് നമ്മൾ അതേ ഓർഗനൈസേഷനിലുള്ള തന്നെ മറ്റൊരു ജോബുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ട്രൈസ് ടു മേക്ക് എ സിസ്റ്റമാറ്റിക് കമ്പാരിസൺ ബിറ്റ്വീൻ ജോബ്സ് ടു അസസ് ദെയർ റിലേറ്റീവ് വർത്ത് ഫോർ ദ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റേഷണൽ പേ സ്ട്രക്ചർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കമ്പാരിസൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ റേഷണൽ പേ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേ സ്ട്രക്ചർ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്നത്. റിലേറ്റീവ് വർത്ത് ദ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റേഷണൽ പേ സ്ട്രക്ചർ. ഓർഗനൈസേഷന് ഒരു നല്ലൊരു പേ സ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ജോബ് ഇവാലുവേഷൻ? എ ജോബ് ഇവാലുവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിറ്റർമിനിങ് ദ വാല്യൂ ഓർ വർത്ത് ഓഫ് എ ജോബ് ഇൻ റിലേഷൻ ടു അതർ ജോബ്സ്. നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. എന്തൊക്കെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടപ്പിൽ വരും, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ദർ ആർ ടു മെത്തേഡ്സ് ജനറലി യൂസ്ഡ് ഫോർ ജോബ് ഇവാലുവേഷൻ, നൈംലി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡിലും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത്. ഇനി എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ് ഓർ ജോബ് കമ്പാരിസൺ മെത്തേഡ്, ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഏതൊക്കെയാണ്? റാങ്കിങ് ഓർ ജോബ് കമ്പാരിസൺ മെത്തേഡ്, ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോയിന്റ് സിസ്റ്റം. സെക്കൻഡ് വൺ ഫാക്ടർ കമ്പാരിസൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷനെ കുറിച്ചാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്റ്റെപ്സ്, പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ ഫസ്റ്റ് മെത്തേഡ് റാങ്കിങ് മെത്തേഡ്. എന്താണ് റാങ്കിങ് മെത്തേഡ് എന്നുള്ളതാണ്. This is the oldest method and simplest method. Under this method, all jobs is concerned are arranged in order of importance. A committee is constituted to rank jobs. Several executives of the organization will be the committee. Jobs are ranked according to its importance without considering any specific factor. റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ഓർഗനൈസേഷനിൽ ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴയ കാല മെത്തേഡ്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ റാങ്ക് ചെയ്യുന്ന 1, 2, 3, 4 എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലതിനും, ഇപ്പോൾ ക്രിക്കറ്റിലാണെങ്കിൽ ബാറ്റ്സ്മാൻ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആരാന്നുള്ള രൂപത്തിൽ നമ്മൾ റാങ്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിനൊരു പ്രത്യേക ഫാക്ടർ ഉണ്ടായിരിക്കും. ആ ഒരു ബാറ്റ്സ്മാനെ അങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രത്യേക ഫാക്ടർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ സീസണിൽ ഏറ്റവും കൂടുതൽ റണ്ണടിച്ച് അതുപോലെ തന്നെ സ്ഥിരതയായിട്ടോ കൂടുതൽ ആവറേജ് ഉള്ള പ്ലെയർ, ആ രൂപത്തിലാണ് നമ്മൾ റാങ്കിങ് ചെയ്യുന്നത്. നമ്മൾ ജോബിലേക്ക്, നമ്മൾ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാലും
ഈ ഒരു റാങ്കിങ് മെത്തേഡിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ ഫസ്റ്റ് ഒരു റാങ്കിങ് കമ്മിറ്റി ഉണ്ടാക്കും. റാങ്കിങ് കമ്മിറ്റിയിൽ സെവറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ സെവറൽ ജോബ്സിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, ടോപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു റാങ്കിങ് കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ആ റാങ്കിങ് കമ്മിറ്റി ഒരു സ്പെസിഫിക് ഫാക്ടറൊന്നുമില്ലാതെ തന്നെ മറ്റുള്ള ജോബിനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒരു 15 ജോബാണെന്നുണ്ടെങ്കിൽ ആ 15 ജോബിനെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് റാങ്കിങ് തയ്യാറാക്കും. അതിനൊരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ടാവണം എന്നൊന്നുമില്ല. വിത്തൗട്ട് കൺസിഡറിങ് എനി സ്പെസിഫിക് ഫാക്ടർ അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ്, അതായത് ആ ജോബിന് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഇമ്പോർട്ടൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ റാങ്ക് ചെയ്യുന്നത് എന്നതാണ് റാങ്കിങ് മെത്തേഡ്. അതായത് റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് ജോബിനെ അതിനെ ഇമ്പോർട്ടൻസ് വെച്ച് റാങ്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റെപ്സ്, റാങ്കിങ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു ജോബിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന, നമ്മൾ റാങ്ക് ചെയ്യുന്ന ജോബുകളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? JD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇറ്റ് ഈസ് ദ സമ്മറൈസ് ഓർ ദ എസെൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സമ്മറൈസ്ഡ് റിപ്പോർട്ടാണ് എന്തിനെ കുറിച്ചുള്ള? നമ്മൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച്, ആക്ടിവിറ്റീസിനെ കുറിച്ച്, ഡ്യൂട്ടീസിനെ കുറിച്ച്, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് അത് ചെയ്യാൻ വേണ്ടത്, സ്കിൽസ് ഫോർ എ റോള്, അത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ജോബിനെ കുറിച്ചുള്ള എസെൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ആ ഒരു ജോബ് ചെയ്യണമെങ്കിൽ നമ്മൾക്കുണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ആക്ടിവിറ്റീസ്, ക്വാളിഫിക്കേഷൻസ്. അതേപോലെ തന്നെ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കമ്പനിയുടെ നെയിമും ഉണ്ടായിരിക്കും, കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, നമ്മുടെ ജോബ് റോൾ ഉണ്ടായിരിക്കും, നമ്മുടെ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ ജോബിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ഈസ് കീ ജോബ് ആൻഡ് ഇറ്റ്സ് റേറ്റിംഗ്. രണ്ടാമത്തേത് നമ്മൾ അതിൽ നിന്ന് കീ ജോബ്, അതായത് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബിന് ഓരോ സെലക്ട് ചെയ്തിട്ട് അതിന് റേറ്റിംഗ് കൊടുക്കുക. റേറ്റിംഗ് ഫോർ അതർ ജോബ്സ്, എല്ലാ ജോബിനും, അതായത് മറ്റുള്ള ജോബുകൾക്കും അതുപോലെ റേറ്റിംഗ് കൊടുക്കുക ഇമ്പോർട്ടൻസ് അനുസരിച്ച്. ദെൻ ജോബ് ക്ലാസിഫിക്കേഷൻ ഓർ ഗ്രേഡിംഗ്. അടുത്തത് ജോബ് ക്ലാസിഫിക്കേഷൻ ഓർ ഗ്രേഡിംഗ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് റാങ്കിങ് ഇൻവോൾവ്സ്. റാങ്കിങ് എന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ജോബ് ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യുക. ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് 1, 2, 3, 4 അതിന് ആ ഒരു വാല്യൂ നൽകുക എന്നുള്ളതാണ് ജോബ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്നാണ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക എല്ലാ ജോബിൻ്റെയും. അതേപോലെ തന്നെ കീ ജോബ് ആൻഡ് ഇറ്റ്സ് റേറ്റിംഗ്. കീ ജോബുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അതിന് റേറ്റിംഗ് കൊടുക്കുക, അതുപോലെ മറ്റുള്ള ജോബിനും റേറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ജോബ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് റാങ്കിങ് മെത്തേഡ്. റാങ്കിങ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ സിമ്പിൾ ആൻഡ് ഓൾഡസ്റ്റ് മെത്തേഡ്. നമുക്കറിയാം, ആ സെൻറ്റൻസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സിമ്പിൾ മെത്തേഡാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓൾഡസ്റ്റ് മെത്തേഡാണ്. ഇൻസ്റ്റലേഷൻ ഡിഫിക്കൽട്ടി ഈസ് ലെസ് കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ്. മറ്റുള്ള മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് തീരെ ഡിഫിക്കൽട്ടി ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എക്കണോമിക്കൽ. സാമ്പത്തികമായിട്ടും നമ്മൾക്ക് നേട്ടമുള്ളതാണ്, അതായത് കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് ചിലവില്ലാതെ. ടൈം ടേക്കൺ ഫോർ ഇവാലുവേഷൻ ഈസ് ലെസ്. കൂടുതൽ ടൈം എടുക്കില്ല. ഇറ്റ് ഇൻവോൾവ്സ് ടൈറ്റിൽ പേപ്പർ വർക്ക്. ഒരു പേപ്പർ വർക്കിൻ്റെ കാര്യം മാത്രമാണ്, അതായത് കൂടുതലായിട്ട് ടെക്നിക്കൽ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് മെയിൻലി സ്യൂട്ടബിൾ ഫോർ സ്മോൾ കൺസേൺ. ദർ ഈസ് നോ സയൻറ്റിഫിക് അപ്രോച്ച് ഇൻ ഡിറ്റർമിനിങ് റാങ്ക്സ് ഓഫ് ദ ജോബ്സ്. ഇത് വളരെ ചെറിയ ഓർഗനൈസേഷനുകളിൽ, കമ്പനികളിൽ മാത്രമേ ഈ റാങ്കിങ് മെത്തേഡ് നമ്മൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ
ഇതിന് പ്രത്യേകമായിട്ട് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ടേഴ്സ് ഒന്നും ഉൾപ്പെട്ടിട്ടില്ല ഈ ഒരു റാങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ടു അലോട്ട് എ റാങ്ക് ഫോർ എ ന്യൂ ജോബ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക്. നമ്മൾ സെലക്ട് ചെയ്ത 15 ജോബാണെങ്കിൽ ആ 15 ജോബ് കഴിഞ്ഞ് പുതിയൊരു ജോബിന് റാങ്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. The arbitrary ranking will be opposed by employees. ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ റാങ്കിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ആ കമ്മിറ്റിയിലുള്ള ആളുകൾ ആണ് ഏകപക്ഷീയമായിട്ടുള്ള റാങ്കിങ് ആണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് ഡിഫറെൻറ്റ് ജോബ്സിലായിരിക്കും, അവരുടെ റോള് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ജോബ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഇതിന് ഒപ്പോസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ് ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ജോബ് ഈസ് അലോട്ടഡ് എ ഗ്രേഡ്. The committee of executives goes through each job description and carefully weights it in the light of certain factors like skill, responsibilities, experience, type of work, etc. Then a particular grade is assigned for each job. For each grade or class, there is a predetermined rate of wages. The jobs may be graded as skilled, unskilled, routine, administrative, etc. The following steps are included in this method. അപ്പോൾ ജോബ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ജോബ് ഗ്രേഡിംഗ് മെത്തേഡിൽ ഈ ഓരോ ജോബും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബിന് അതിൽ നിന്നുള്ള ഓരോ ജോബിനും ഓരോ ഗ്രേഡ് നൽകും. കൂടുതലായിട്ട് നമ്മളിത് കണ്ടുവരാറുള്ളത് ഗവൺമെൻറ് തലങ്ങളിലാണ്. ഗവൺമെൻറ് തലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ PSC ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ശ്രദ്ധിച്ചറിയാം ഗ്രേഡ് 1 ഓർ ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 3A, ഗ്രേഡ് 4A, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രേഡുകൾ. ആ ഗ്രേഡുകൾ നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത് അല്ലെങ്കിൽ ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് C 4 വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സാലറിയിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ടായിരിക്കും, അതിൽ വേണ്ട സ്കില്ലുകളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ജോബ് ഗ്രേഡിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് ജോബ്സിന് ഗ്രേഡ് നൽകുക എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഗ്രേഡ് 1 ആയിരിക്കാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരായിരിക്കും വലിയ, അതായത് ഒരു ജോബിൻ്റെ ആ ഗ്രേഡിങ്ങിൽ ജോബ് 1 വരുന്നത്, ഗ്രേഡ് 1 വരുന്നത്. രണ്ടാമത് വരുമ്പോൾ റൊട്ടീൻ വർക്കിനായിരിക്കാം, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബേഴ്സിനായിരിക്കാം. അങ്ങനെ ഒരുപാട് തലത്തിൽ നമ്മൾ ഇതിനെ സ്കിൽഡ് ജോബിന് മറ്റൊരു ഗ്രേഡ്. അപ്പോൾ ഇതുപോലുള്ള ക്വാളിഫിക്കേഷൻ്റെ ലെവലിൽ ഇത്രയും കാര്യങ്ങളിൽ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രേഡിംഗ് മെത്തേഡിൽ പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ജോബ്, അതിൻ്റെ സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജോബിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയതുപോലെ തന്നെ ഗ്രേഡ് ഡിസ്ക്രിപ്ഷനും തയ്യാറാക്കുക. ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാണ് ഓരോ ജോബിനെയും ഡിഫറെൻ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ലെവലും അതിൻ്റെ പേ സ്കെയിലും തീരുമാനിക്കും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പം അതുപോലെ തന്നെ സ്കിൽഡ് ജോബ് ചെയ്യേണ്ട ആളാണോ, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബാണോ, റൊട്ടീൻ വർക്കാണോ, ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഓരോ ജോബിനെയും റാങ്ക് ചെയ്ത് അതിൻ്റെ ഫാക്ടേഴ്സ് പരിശോധിച്ചതിന് ശേഷം അതിനൊരു ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ, ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും, അതിനൊരു ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കീ ജോബ്സ് ആർ സെലക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയതിന് ശേഷം ഓർഗനൈസേഷനിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ്സിനെ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ കീ ജോബ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ്, എ ഗ്രേഡ് ഈസ് അസൈൻഡ് ഫോർ ഈച്ച് കീ ജോബ്.
നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത കീ ജോബിനും ഓരോ കീ ജോബിനും അതിന് ഗ്രേഡ് നൽകുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ, ആൾ ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗ്രേഡ്സ് ഓർ വേജസ്. ഓരോ ജോബും എല്ലാ ജോബും ക്ലാസിഫൈ ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഗ്രേഡ്സ് ഓർ വേജസ്. നമ്മൾ മുമ്പേ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഗ്രേഡ്സിലോ അല്ലെങ്കിൽ വേജ് നൽകിയിട്ടോ അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കിയതിന് ശേഷം ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. അതിനുശേഷം അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കീ ജോബ്സ് സെലക്റ്റീവായിട്ട് ഒരു കീ ജോബ്സ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ആ സെലക്ട് ചെയ്തിട്ടുള്ള കീ ജോബ്സിന് ഗ്രേഡ് കൊടുക്കുക. അതിന് ശേഷം ആ ഗ്രേഡ് കൊടുത്ത ജോബിന് ഓൾ ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ആ ഒരു ജോബിനെ ക്ലാസിഫൈ ചെയ്യുക. സെലക്ട് ചെയ്ത ജോബിന് ക്ലാസിഫൈ ചെയ്യുക എന്തിൻ്റെ ബേസിൽ? പ്രീ ഡിറ്റർമിൻഡ് ഗ്രേഡിൻ്റെ ബേസിലോ വേജസിൻ്റെ ബേസിലോ. Next is, what is the advantages of job grading or job classification? ജോബ് ഗ്രേഡിങ്ങിൻ്റെയും ജോബ് ക്ലാസിഫിക്കേഷൻ്റെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ്, ദിസ് മെത്തേഡ് ഈസ് ഹൈലി സ്യൂട്ടബിൾ ടു ഗവൺമെൻറ് ഓഫീസേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് കൂടുതലായിട്ടും സ്യൂട്ടബിൾ ആവുന്നത് ഗവൺമെൻറ് ഓഫീസ്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ PSCയുടെ എക്സാമ്പിൾ പറഞ്ഞു, അതേപോലെ ഗവൺമെൻറ് ഓഫീസിന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് കൂടുതലായിട്ടും സ്യൂട്ട് ആവുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഓപ്പറേറ്റ്. സിമ്പിൾ ഓപ്പറേറ്റ് ചെയ്യാൻ, ഇത് ഫങ്ഷനിങ് ചെയ്യുന്നതിന് വെരി സിമ്പിളാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ലെസ് ടൈം ഈസ്, ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. ഇത് കൂടുതലായിട്ട് എക്സ്പെൻസ് ഉള്ളതൊന്നുമല്ല. ദിസ് ഇൻസ്റ്റലേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. ടൈം കൺസ്യൂം ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി, മറ്റുള്ള മെത്തേഡിന് ഉപയോഗിച്ച് ഈസി ആണെന്ന് പറയാം. ദർ ഇസ് നോ മച്ച് ഡിഫിക്കൽട്ടി ഫോർ അസൈനിങ് എ ഗ്രേഡ് ടു എ ന്യൂ ജോബ്. പുതിയൊരു ജോബിന് ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല എന്നാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഇത് ചെറിയ കൺസേൺസിനല്ല, വലിയ ഓർഗനൈസേഷനിലാണ് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുന്നത്. ചെറിയ കൺസേൺസിന് കൂടുതലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ ബേസിൽ ഗ്രേഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കൂടുതലായിട്ട് എംപ്ലോയീസ് ഇല്ലാത്തതിനും ഇത് സ്യൂട്ടല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക് ടു പ്രിപ്പയർ ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ. ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തയ്യാറാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അത് തയ്യാറാക്കുക, ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നത് വലിയൊരു ഈസി ആയിട്ടുള്ള മെത്താണ്. പക്ഷേ ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിട്ട് ഈ ഒരു മെത്തേഡിലുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് വേജ് റേറ്റ്സ് വിൽ അഫക്റ്റ് ദ ഗ്രേഡിംഗ് ഓഫ് ജോബ്. നിലവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിലവിലുള്ള വേജ് പോളിസി അല്ലെങ്കിൽ വേജസ് പുതിയൊരു ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം. ഗ്രേഡിംഗ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ജഡ്ജ്മെൻറ്റ്, സോ ദർ ഇസ് നോ ചാൻസ്. അതായത് ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രേഡിംഗ് തയ്യാറാക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ തെറ്റായിരിക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾ കീ ജോബ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കീ ജോബ് അതായിരിക്കണം എന്നില്ല. അതൊരു ജഡ്ജ്മെൻറ്റിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രേഡിംഗ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോബ് ഗ്രേഡിംഗ് ഓർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റായി പോവാം. നെക്സ്റ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡിലുള്ള രണ്ടെണ്ണമാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ റാങ്കിങ് മെത്തേഡ്, രണ്ടാമത്തേത് ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ. ഇനി പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ ഫസ്റ്റ് വൺ പോയിന്റ് മെത്തേഡ്. എന്താണ് പോയിന്റ് മെത്തേഡ് എന്നുള്ളതാണ്. അണ്ടർ ദിസ് മെത്തേഡ് ഫെയർ വേജസ് ആർ ഡിറ്റർമൈൻഡ് ആഫ്റ്റർ അനലൈസിങ് ജോബ് വർക്ക് ഇൻ ഡീറ്റെയിൽ. ഇതിൽ നമ്മുടെ വേജ്, അതായത് വേജസ് ആർ ഡിറ്റർമൈൻഡ് ഒരു മേജർ പോയിൻ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള, ജോബിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ ജോബ് ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ജോബ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ്, വേജ് എന്ന് പറയുന്നിട്ടുള്ള മേജർ പോയിന്റിൽ നമ്മൾ ഇതിനെ ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ജോബിനെ കുറിച്ച്, ഓർഗനൈസേഷനിലുള്ള ജോബിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോസസ്സ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജോബ്സ് ആർ ഡിറ്റർമിൻഡ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ്? നമ്മൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ വേജ് ആയിരിക്കും, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും, അതിന് വേണ്ട സ്കില്ലായിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അത് ആ ഒരു ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജോബ്സ് ആർ ഡിറ്റർമിൻഡ്. ആ ഒരു ഫാക്ടേഴ്സ് തിരഞ്ഞെടുക്കാൻ പോയിൻറ്റ്സ് ആർ അലോട്ടഡ് ടു ദീസ് ഫാക്ടേഴ്സ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫാക്ടേഴ്സിന് നമ്മൾ തിരഞ്ഞെടുത്ത ആ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുക? പോയിൻറ്റ്സ് അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ഈച്ച് ജോബ് ഫാക്ടർ വൈസ്. ഫാക്ടർ വൈസിൽ ആ ഒരു ഫാക്ടറിനനുസരിച്ച് ഓരോ ജോബിനെയും റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ പോയിൻറ്റ്. അഞ്ചാമത്തെ പോയിൻറ്റ്സ് ഗെറ്റ് ഫോർ ഈച്ച് ഫാക്ടർ ഇൻ എ ജോബ് ആർ ആഡഡ് ടുഗെദർ. All jobs points get for each factor in a jobs are added together. ഓരോ ഫാക്ടറിനും ആ ഓരോ ജോബിന് ലഭിച്ചിട്ടുള്ള പോയിൻറ്റ്സിനനുസരിച്ച് അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ചെയ്യുക. All jobs with more or less points are graded into one. എല്ലാ ജോബിനും വിത്ത് മോർ ഓർ ലെസ് സെയിം പോയിൻറ്റ്സ് ആർ ഗ്രേഡഡ് ഇൻ ടു വൺ. അതായത് നമ്മൾ ഓരോ ജോബിന് കിട്ടിയിട്ടുള്ള പോയിൻറ്റിനനുസരിച്ച് നമ്മുടെ ജോബിനെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫിക്സ് വേജസ് റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ടോട്ടൽ പോയിൻ്റ് ഒബ്റ്റൈൻഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബും ടോട്ടൽ നേടിയ പോയിൻറ്റിനനുസരിച്ച് വേജ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. The following are the factors which influence jobs. നമ്മൾ ഇവിടെ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് പോയിൻ്റ് മെത്തേഡിൽ നമ്മൾ ഫാക്ടേഴ്സിനനുസരിച്ചാണ് ഗ്രേഡ് ചെയ്യുന്നത്, റേറ്റ് ചെയ്യുന്നത് എന്ന് പറയും. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മളെ ജോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്കില്ല്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനീഷ്യേറ്റീവ്. അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനീഷ്യേറ്റീവ്സ്, റെസ്പോൺസിബിലിറ്റി, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്സ്, വർക്കിംഗ് കണ്ടീഷൻസ് സച്ച് എ ബാഡ്, ആവറേജ് ഓർ ഗുഡ്. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മെറിറ്റ്സ്. ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ടു എൻഷുർ ആക്യുറസി. ഒരു ആക്യുറസി, അതായത് കഴിഞ്ഞ മെത്തേഡിലൊന്നും നമുക്ക് ഇപ്പോൾ ഒരു ഗ്രേഡിങ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുമ്പോൾ അതിന് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ തയ്യാറാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആക്യുറേറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിൽ കൂടുതൽ കടന്നു വരുന്ന മെത്തേഡുകളാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ആക്യുറസി ഉണ്ടായിരിക്കും, അതായത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ബിക്കോസ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. ഇത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും കാരണം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഫാക്ടർ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ്. വലിയ കൺസേൺസിനാണ് ഇത് സ്യൂട്ടാവുന്നത്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് മെത്തേഡ്. ദ ഡിഫറൻസ് ഇൻ വേജസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ന്യൂമറിക്കലി. The resistance from the labor union can be reduced. There is no place for personal prejudice or bias. ഇതിൽ യൂണിയന്, ഒരു ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ ലേബർ യൂണിയൻസ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഒരു ഫാക്ടറി വെച്ചിട്ട് അവർക്കെല്ലാം അറിയാവുന്ന അല്ലെങ്കിൽ അവരോർക്കെല്ലാം സ്വീകാര്യമായിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പേഴ്സണലായിട്ടുള്ള ജഡ്ജ്മെൻറ്റിനോ ജുഡൈസിനോ അല്ലെങ്കിൽ ബിയാസിനോ ഒരു യാതൊരുവിധ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് പോയിന്റ് മെത്തേഡിൽ. നെക്സ്റ്റ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. കൂടുതൽ എക്സ്പെൻസീവ് ആണ്, കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും, എക്സ്പെൻസീവ് ആണ്. ഡിറ്റർമിനേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാനും സെലക്ട് ചെയ്യാനും റിസ്ക് ആണ്. എറേഴ്സ് മേ ഒക്കർ ഇഫ് അസൈൻ പോയിന്റ് വാല്യൂസ് ആർ നോട്ട് റിയലിസ്റ്റിക്. പോയിന്റ് വാല്യൂസ് റിയലിസ്റ്റിക് അല്ലെങ്കിൽ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ ഫസ്റ്റ് വൺ എന്താണ്? പോയിന്റ് മെത്തേഡാണ്. രണ്ടാമത്തേത് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡാണ്.
ദിസ് മെത്തേഡ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റാങ്കിങ് ആൻഡ് പോയിന്റ് മെത്തേഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ്ങിൻ്റെയും പോയിന്റ് മെത്തേഡിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. ദിസ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ബൈ E.J. Benge in 1926. Under this method, few jobs are selected as a key jobs and it is evaluated. The key jobs are taken as a standard against which other jobs are compared. If contents of a job are stabilized over a period, we can treat it as key jobs. അതായത് ഓരോ ജോബിൽ നിന്ന് ഈ മെത്തേഡിൽ നമ്മൾ ഓർഗനൈസേഷനിലുള്ള ഫ്യൂ ജോബ്സിനെ കീ ജോബ്സ് ആയിട്ട് സെലക്ട് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. എഡ്വിൻ ബി ഫിലിപ്പോ സജസ്റ്റ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് ചെയ്യുന്നതിന് ജോബ് ഇവാലുവേഷനിൽ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡ്വിൻ ബി ഫിലിപ്പോ എന്ന് പറയുന്നിട്ടുള്ള സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് വേരിയസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് വിത്ത് ജോബ്സ് ആർ സെലക്റ്റഡ്. ഓരോ ജോബിൻ്റെയും വേരിയസ് ഫാക്ടേഴ്സ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് ഫാക്ടേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെലക്ട് കീ ജോബ്സ്, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഓരോ ജോബിനെ കുറിച്ചുള്ള വേരിയസ് ഫാക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം കീ ജോബ്സ് സെലക്ട് ചെയ്യുക. ദെൻ ഫിക്സ് കറക്റ്റ് റേറ്റ്സ് ഫോർ കീ ജോബ്സ്. ഓരോ കീ ജോബിനും നമ്മൾ കറക്റ്റായിട്ടുള്ള റേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. റാങ്ക് ജോബ് ഫാക്ടേഴ്സ് അണ്ടർ ഈച്ച് കീ ജോബ്. ഓരോ കീ ജോബിൻ്റെ അടിയിലും ജോബ് ഫാക്ടറിനെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജോബ് ഫാക്ടർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചു. അതിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, കേസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ അവയർനെസ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിന് ജോബ് ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈച്ച് കീ ജോബിലും നമ്മൾ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അലോക്കേറ്റ് ദ എക്സാക്ട് റേറ്റ് ഓഫ് ഈച്ച് കീ ജോബ് എമംഗ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ജോബ്. ഓരോന്നിനും എക്സാക്റ്റ് റേറ്റ് കൊടുക്കുക. ഇവാലുവേറ്റ് ഓൾ അതർ ജോബ്സ് ബൈ കമ്പയറിംഗ് ഇറ്റ് വിത്ത് കീ ഫാക്ടേഴ്സ് വിച്ച് ടേക്കൺ ആസ് യാർഡ് സ്റ്റിക്ക്. അതായത് ഓരോ ജോബും ഇവാലുവേറ്റ് ചെയ്യുക എന്തിനെ വെച്ചിട്ട്, നമ്മൾ മുമ്പേ സെലക്ട് ചെയ്തിട്ടുള്ള ജോബ് ഫാക്ടറിനെ വെച്ച് ഓരോന്നും കമ്പയർ ചെയ്യുക എന്നതാണ്. ഡിസൈൻ, അഡ്ജസ്റ്റ് ആൻഡ് ഓപ്പറേറ്റ് വേജ് സ്ട്രക്ചർ. അതിനനുസരിച്ച് മുമ്പേ ചെയ്തിട്ടുള്ള 6 സ്റ്റെപ്പിനനുസരിച്ച് നമ്മുടെ ജോബിൽ വേജ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ വേജ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, മാറ്റം വരുത്തുക എന്നുള്ളതാണ് 7ാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇസ് merits of what? Yes, merits of ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലെ 2ാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള ഫാക്ടർ കമ്പാരിസൺ മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇറ്റ് ഈസ് മോർ ഒബ്ജക്റ്റീവ്സ്. കൂടുതലായിട്ട് ഒരു ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ട് അതിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഇസ് ഗിവ്സ് റിലയബിൾ റിസൾട്ട്. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്. ഇതാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിൽ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള ജോബ് ഇവാലുവേഷൻ മെത്തേഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡാണ്. ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പോസസ്ഡ് ഫ്ലെക്സിബിലിറ്റി. Number of factors considered as key factors are limited, so it reduces chance overlapping. നമ്മൾ ഫാക്ടർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഓവർലാപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അല്ലെങ്കിൽ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്നാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡിൽ. നെക്സ്റ്റ് ഇസ് റേറ്റിംഗ് ഓഫ് ന്യൂ ജോബ്സ്. പുതിയ ജോബുകളെ റേറ്റ് ചെയ്യാനും ഇതേ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ റേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജോബിനെ റേറ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ഡീമെറിറ്റ്സ്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്?
കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമർ ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ കോംപ്ലിക്കേറ്റഡ് മെത്തേഡ്. അതായത് ഇത് ഉപയോഗിക്കാനായിട്ട് അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടാസ്ക് ടു അലൗഡ് ഡ്യൂ ടു വെയിറ്റേജ് ഓഫ് ഈച്ച് ജോബ്. ഓരോ ജോബിന് വെയിറ്റേജ് നൽകുക എന്ന് പറയുന്നത്, ഗ്രേഡ് നൽകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ജോബ് ഇവാലുവേഷൻ, നമ്മളെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ജോബ് ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ വേജ് സ്ട്രക്ചർ. വേജ് സ്ട്രക്ചറിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ഇറ്റ് ഹെൽപ്സ് ടു കീപ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് ഉള്ള കോസ്റ്റിൽ വലിയൊരു അംശം കുറച്ച് കൊണ്ടുവരാൻ ജോബ് ഇവാലുവേഷനിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ദ വർക്കർ ഹു ഹാസ് അസൈൻഡ് ദ ജോബ് വിൽ ഗെറ്റ് വേജ് സ്ട്രക്ചർ. The worker who has assigned the job will get wages structure. അതായത് ഓരോ ജോബിന് നമ്മൾ അസൈൻ ചെയ്ത ആ വർക്കർക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ വേജ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടും എന്നുള്ളതാണ്. ജോബ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു എലിമിനേറ്റ് ഇൻഇക്വാലിറ്റീസ് ഇൻ വേജ് സ്ട്രക്ചർ. ഒരേ ജോബിന് തന്നെ ഉണ്ടാവുന്ന വേജിലുള്ള മാറ്റങ്ങൾ, ഇൻഇക്വാലിറ്റീസ്, അത് മാറ്റാൻ ജോബ് ഇവാലുവേഷനിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് വിൽ ലീഡ് ടു ക്രിയേറ്റ് ഹാർമോണിയസ് റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അതുപോലെയുള്ള യൂണിഫോമിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് മാറ്റിക്കഴിഞ്ഞാൽ അത് എന്തിന് ലീഡ് ചെയ്യും? മാനേജ്മെൻറ്റ് എംപ്ലോയീസും തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പിന് അത് കാരണമാകും എന്നുള്ള. ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് എംപ്ലോയീസ്. മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും ഇത് തീർത്തും അക്സെപ്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ജോബ് ഇവാലുവേഷൻ്റെ ലിമിറ്റേഷൻസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ലാക്സ് ഓഫ് സയൻറ്റിഫിക് പ്രിസിഷൻ. അതായത് സയൻറ്റിഫിക് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ 4 മെത്തേഡുകൾ പറഞ്ഞു, അതിൽ കൂടുതലും സയൻറ്റിഫിക് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത് കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. പേഴ്സണൽ ജഡ്ജ്മെൻ്റാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ എ ജോബ് ഇവാലുവേഷൻ. അതായത് ഒരുപാട് ഫാക്ടേഴ്സാണ് നമ്മൾ ഒരേപോലെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡിൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ഓഫ് സച്ച് ഫാക്ടേഴ്സ്. ഓരോ ജോബ് ഇവാലുവേഷൻ മെത്തേഡിലും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ഇല്ല എന്നുള്ളതും അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ നേച്ചർ ഓഫ് ദ ജോബ്. ജോബിൻ്റെ നേച്ചറിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും നോക്കുന്നില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു ഇമ്പോർട്ടൻസ് സെലക്ട് ചെയ്യാനായിട്ട് തന്നെ ഒരു ഫാക്ടർ എന്നുള്ളത്, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്നുള്ളത് ഇല്ല എന്നുള്ളതും അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ ഇൻഡിവിജ്വൽ മെറിറ്റ്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ഇൻഫ്ലെക്സിബിൾ വേജ് സ്ട്രക്ചർ. ഒരു ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേജ് സ്ട്രക്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചത് എന്താണ് ജോബ് ഇവാലുവേഷൻ എന്തെന്ന് പഠിച്ചു, അതിനോട് അനുബന്ധിച്ച് എന്തൊക്കെ മെത്തേഡ്സാണ് എന്ന് പഠിച്ചു. നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, റാങ്കിങ് മെത്തേഡ്, അതുപോലെ തന്നെ പോയിൻ്റ് മെത്തേഡ്, ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്തെന്ന് പഠിച്ചു. താങ്ക് യു.